10th കഴിയുമ്പോഴും +2 കഴിയുമ്പോഴും നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ഏറ്റവും അധികം ആശങ്കപ്പെടുന്നതും കൺഫ്യൂഷനിലാവുന്നതും ഏത് കരിയർ തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിന് മുന്നിലാണ്. ഈ വലിയ കരിയർ ഓപ്ഷനുകളെല്ലാം സയൻസ് വിഷയമായി പഠിച്ച ആളുകൾക്ക് മാത്രമുള്ളതാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആർട്സ് വിഷയമായി പഠിച്ചവർ ചിന്തിക്കുന്നു. സയൻസുമായും ആർട്സുമായും കൊമേഴ്സുമായും ഒക്കെ ബന്ധപ്പെട്ട കരിയർ ഓപ്ഷനുകൾ നിരവധിയുണ്ട്. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ ഈ വീഡിയോയിലേക്ക്. നിങ്ങൾ 10ാം ക്ലാസ്സിന് ശേഷം സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഏത് എൻജിനീയറിംഗും ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്കിയാവുന്ന ചോദ്യം ഏതൊക്കെയാണ് എൻജിനീയറിംഗ് കോഴ്സുകൾ എന്നുള്ളതാണ്. ഏറ്റവും ജനപ്രിയമായത് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് തന്നെയാണ്. ഇതിൽ കമ്പ്യൂട്ടർ സയൻസ്, പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അൽഗോരിതം, ഡാറ്റാ ഘടനകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ എന്നിവയും അതിലേറെയും പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ജനപ്രിയ ബിരുദ പ്രോഗ്രാമാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി അത്തരം കാര്യങ്ങളും കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കാം. ഇതിൻ്റെ ജോലി സാധ്യതകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ വലിയ ജോലി സാധ്യതകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിലുള്ള സാധ്യതകളും ഇതിൽ നിരവധിയുണ്ട്. മറ്റൊന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ്. വാഹനങ്ങളുടെ ഡിസൈൻ, ഡെവലപ്പിംഗ്, നിർമ്മാണം, സർവീസ്, പരിശോധന എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയാണിത്. ഇത് പ്രത്യേകിച്ചും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയുടെ സംയോജനമാണ്. താല്പര്യവും അഭിരുചിയുമുള്ളവർക്ക് ഒട്ടേറെ ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. വാഹന നിർമ്മാണ കമ്പനികൾ, ഓട്ടോമൊബൈൽ സർവീസ് സെൻ്ററുകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. മറ്റൊരു എഞ്ചിനീയറിംഗ് ശാഖ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇത് മെഷീനുകളും മെക്കാനിക്കൽ സിസ്റ്റങ്ങളും രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും പ്രവർത്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായുള്ള യാന്ത്രിക സംവിധാനങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിന് നിങ്ങളെ പര്യാപ്തരാക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മികച്ച അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം മികച്ച വേതനവും ലഭിക്കുന്ന മേഖലയാണിത്. വ്യത്യസ്ത മേഖലകളിലായി വളർച്ചാ സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ചും നവീന സാങ്കേതിക വിദ്യകളിൽ ഡിസൈൻ എഞ്ചിനീയർ, പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെയിൻ്റെനൻസ് എഞ്ചിനീയർ, റോബോട്ടിക്, ഓട്ടോമേഷൻ എഞ്ചിനീയർ, ഫ്ലൂയിഡ് മെക്കാനിക്സ് എഞ്ചിനീയർ തുടങ്ങി വിവിധ തസ്തികകൾ ഈ മേഖലയിലുണ്ട്. വാഹനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, എനർജി സെക്ടർ, മാനുഫാക്ചറിംഗ് മേഖലകൾ, ISRO, HAL, DRDO തുടങ്ങിയ എയ്റോസ്പേസ് മേഖലകൾ, CSIR, IISCs, IITs മുതലായ റിസർച്ച് സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി സാധ്യത നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. സിവിൽ എഞ്ചിനീയർമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് മറ്റൊരു സുപ്രധാന എഞ്ചിനീയറിംഗ് മേഖലയാണ്. ഇത് പൊതുമേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപകൽപ്പന, നിർമ്മാണം, പരിപാലനം, നവീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിലും പ്രവർത്തനത്തിലും വൈദഗ്ധ്യമുള്ളവരാണ് സിവിൽ എഞ്ചിനീയർമാർ. സ്ട്രക്ചറൽ എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയർ, എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയർ, ട്രാൻസ്പോർട്ട് എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ മാനേജർ എന്നിങ്ങനെയുള്ള നിരവധി തസ്തികകളിലായി ഗവൺമെൻറ് വകുപ്പുകൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, കൺസൾട്ടൻസി ഫേമുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പെട്രോളിയം കമ്പനികൾ തുടങ്ങിയവയിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യാവുന്നതാണ്. സിവിൽ എഞ്ചിനീയറിംഗ് സമൂഹത്തിനും മനുഷ്യർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രധാന മേഖല ആകുന്നതുകൊണ്ട് ഈ മേഖലയിൽ കരിയർ ആരംഭിക്കുന്നത് വലിയ അഭിമാനവും സാധ്യതകളും നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ആകർഷവും സൃഷ്ടിപരവുമായ മറ്റൊരു എഞ്ചിനീയറിംഗ് കരിയറാണ്. സുസ്ഥിരത, നവീന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതിനാൽ വിപുലമായ വളർച്ചാ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ എന്നത് വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിൻ്റെയും വിഷയങ്ങൾ സംയോജിപ്പിച്ച് ഘടനാപരമായി പ്രതിരോധശേഷിയുള്ളതും ഊർജ്ജക്ഷമതയുള്ളതുമായ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സാധിക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ഡ്രാഫ്റ്റ്സ്മാൻ, എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ,
പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, മെക്കാനിക്കൽ ഡിസൈനർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, ആർക്കിടെക്ചറൽ പ്രൊജക്ട് മാനേജർ എന്നീ നിലകളിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും. സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന താരതമ്യേന പുതിയ തൊഴിൽ മേഖലയാണ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്. അവരുടെ മിക്ക ഡിസൈനും പ്ലാനിംഗ് ജോലികളും വിപുലമായ കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖലയാണിത്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മറ്റൊരു ഓപ്ഷനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആകാശവും ബഹിരാകാശവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ഇത് വിമാനം, റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ, മിസൈലുകൾ തുടങ്ങിയവയുടെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം, പരീക്ഷണം, ശാസ്ത്രീയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും മറ്റൊന്ന് ആസ്ട്രോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും. ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ പറക്കുന്ന വ്യോമയാന ഉപകരണങ്ങളുടെ രൂപകൽപ്പനയും വികസനവുമാണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. ഉദാഹരണത്തിന് കൊമേഴ്ഷ്യൽ എയ്റോപ്ലെയിൻസ്, മിലിറ്ററി എയർക്രാഫ്റ്റ്, ഡ്രോൺസ് തുടങ്ങിയവ. ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ രൂപകൽപ്പനയും വികസനവുമാണ് ആസ്ട്രോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. ഉദാഹരണത്തിന് സാറ്റലൈറ്റ്, സ്പേസ് ഷട്ടിൽ, സ്പേസ് സ്റ്റേഷൻ തുടങ്ങിയവ. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. എയർഫോഴ്സ്, എയർലൈൻസ്, കോർപ്പറേറ്റ് റിസർച്ച് കമ്പനികൾ, ഹെലികോപ്റ്റർ കമ്പനികൾ, പ്രതിരോധ മന്ത്രാലയം, ഏവിയേഷൻ കമ്പനികൾ, നാസ, ഫ്ലൈയിങ് ക്ലബ്ബുകൾ, എയറോനോട്ടിക്കൽ ലബോറട്ടറികൾ, എയർക്രാഫ്റ്റ് നിർമ്മാതാക്കൾ, സർക്കാർ ഉടമസ്ഥയിലുള്ള എയർ സർവീസുകൾ തുടങ്ങി നിരവധി വ്യവസായങ്ങളിൽ ചേരാനുള്ള അവസരങ്ങൾ ഒരാൾക്കുണ്ട്. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കിയ ശേഷം തുടർ വിദ്യാഭ്യാസത്തിനോ സ്പെഷ്യലൈസേഷനോ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നിരവധി ഓപ്ഷനുകളും ലഭ്യമാണ്. ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ പ്രവേശനം നേടാൻ വിവിധ എൻട്രൻസ് പരീക്ഷകളുണ്ട്. ഇവയിലൂടെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനം നേടാം. ഉദാഹരണത്തിന് JEE അഥവാ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, BITSAT ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്, VITEEE വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, SRM-JEEE SRM ജോയിന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, MET മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ്. കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലായി ഒട്ടനവധി മറ്റ് പ്രവേശന പരീക്ഷകളും എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി നിലവിലുണ്ട്. എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഒരുപാട് മികച്ച ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാണ്. എങ്കിലും കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിലും എഞ്ചിനീയറിംഗിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. ഉപരിപഠനത്തിലുള്ള കൂടുതൽ ഓപ്ഷനുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.